എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉന്നതമായ അനുഭവത്തിൽ, നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ എല്ലാം നന്നായിരിക്കുമ്പോൾ നമ്മെ ഓർക്കാൻ, നമ്മെ പരിഗണിക്കാൻ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്ചയുടെ അനുഭവത്തിൽ നാം വീക്കായിരിക്കുമ്പോൾ, നാം കുറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പല വിഷയത്തിലും പരാജയപ്പെട്ടിരിക്കുമ്പോൾ നമ്മെ ഓർക്കാൻ, നമ്മെ പരിഗണിക്കാൻ പലപ്പോഴും ആരും കാണത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, നമ്മുടെ താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. 136 സങ്കീർത്തനം അതിൻ്റെ 23 വചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ താഴ്ചയിൽ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ വേദനയിൽ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആ വീക്ക്നെസ്സിലായിരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, അവിടെ നമ്മെ ഓർക്കുന്നൊരു നല്ല കർത്താവ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ലൈഫിലെ താഴ്ന്ന അനുഭവത്തിൽ, വീക്ക്നെസ് ആയിട്ടിരിക്കുന്ന, വീക്കായിരിക്കുന്ന അനുഭവത്തിൽ, പരാജയപ്പെട്ടിരിക്കുന്ന, ഉടയപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം വിളിച്ചു പറയുന്നു. താഴ്ചയിൽ, ആ വീക്ക്നെസ്സിൽ, ആ തകർക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് വിശ്വസിക്കാമോ? ഈ താഴ്ചയിൽ ഓർക്കുന്ന നല്ല കർത്താവ്, ആ ലോ സ്റ്റേറ്റിൽ നമ്മെ പരിഗണിക്കുന്ന, മാറിക്കളയാത്ത നല്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് ഒന്ന് ആശ്രയിക്കാമോ? നിശ്ചയമായി ഈ ദൈവം നമ്മെ പരിഗണിക്കും. നമ്മെ ഓർത്ത് നമ്മെ വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു നല്ല കർത്താവാണ്. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാവരും തള്ളി മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യൻ, അശുദ്ധനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ, സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, മനസ്സുണ്ട്, സൗഖ്യമാവും, ശുദ്ധമാവും എന്ന് പറഞ്ഞ് കർത്താവ് തൊട്ട് അവനെ സൗഖ്യമാക്കി. അവൻ്റെ കുഷ്ഠം മാറിപ്പോയി. എല്ലാവരും മാറ്റി നിർത്തിയ, പരിഗണിക്കാത്ത വ്യക്തിയ, പക്ഷെ കർത്താവ് തൊട്ടപ്പോൾ സൗഖ്യം വന്നു, വിടുതലായി. അതുപോലെ പരിഗണിക്കാതെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ജീവിതാനുഭവമാണോ? ഓടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറായാൽ കർത്താവ് പരിഗണിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങളും വിടുതലും കൊണ്ട് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിറയ്ക്കും. ഒരു തീരുമാനമെടുക്കാമോ? ദൈവസന്നിധിയിലേക്ക് ഓടി വരാമോ? ആരൊക്കെ തള്ളിയ അനുഭവമായിക്കോട്ടെ, ഏറ്റവും താഴ്ന്ന അനുഭവമായിക്കോട്ടെ, പരാജയങ്ങളുടെ അനുഭവമാകട്ടെ, ഉടയപ്പെട്ട, തകർക്കപ്പെട്ട അനുഭവങ്ങളായിക്കോട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് ഒന്ന് സമർപ്പിക്കാമോ? നമ്മെ ഓർക്കുന്ന, നമ്മെ പരിഗണിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. വിശ്വസിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. സ്വർഗീയ പിതാവേ, ഈ പരിഗണിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവ്, ഞങ്ങളുടെ താഴ്ചയിൽ ഓർക്കുന്ന കർത്താവേ, ഈ മക്കളുടെ താഴ്ചയിൽ, ഉടയപ്പെട്ട വേദന അനുഭവത്തിൽ ദൈവം ഓർത്ത് അവരെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവം എടുത്ത് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങേ ആശ്രയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.